വരട്ടെ. ആ നിക്ക് നിക്ക് നിക്ക്, ആര്യപുത്രി അകത്തേക്ക് പ്രവേശിക്കാൻ വരട്ടെ. എന്താണാവോ തോഴിയുടെ പ്രശ്നം? ക്ഷേത്രത്തിലെ ഉത്സവം മിനിഞ്ഞാന്ന് കഴിഞ്ഞു. കൊട്ടാരത്തിൽ നിന്നും ഹോസ്റ്റലിലേക്കെന്ന് പറഞ്ഞ് ഇന്നലെ പുറപ്പെട്ടതാണ് ചങ്ങാതി. ഇവിടെ എത്തുന്നത് ഇന്നും. ഇടയ്ക്ക് ഒരു ദിവസം മോഷണം പോയിരിക്കുന്നു. കാര്യകാരണ സഹിതം ന്യായം ബോധിപ്പിച്ചേ പറ്റൂ. അതോർത്ത് തോഴി വിഷമിക്കണ്ട. ആര്യപുത്രി മറ്റെങ്ങും ആയിരുന്നില്ല, അവകാശപ്പെട്ട പുരുഷന്റെ കൂടെ തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപേ മുൻകൂറായി ഒരു ദിവസം ഞാനിങ്ങനെ പതിച്ചെടുത്തു. എന്താ പരാതി ഉണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ പിന്നെ പരാതിപ്പെടുന്നത് എന്തിനാ? സുധയുടെ കയ്യിൽ മുദ്രക്കടലാസ് ഉണ്ടോ? മുദ്രക്കടലാസോ? അതെ, സ്റ്റാമ്പ് പേപ്പർ. അതെന്തിനാ? പേരും വിലാസവും എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം. ഈ ഒരു ദിവസത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഉള്ളവൻ ഏറ്റുന്ന്. എന്താ മതിയാ? മതിയേ. സേതുട്ടാ, 17-ാം തീയതി സന്ധ്യക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. സേതുമാധവൻ നായര് കസ്റ്റംസിൽ ജോലി. ഞാൻ കരുതിയത് ആളൊരു പരമ ബോറൻ അച്ചടി ഭാഷാ നായരാവുന്ന. അടുത്ത് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ആളൊരു അയ്യോടി, കേൾക്കാൻ എന്തൊരു കൊതിയാ നോക്ക്. എന്നാ കാത് നിറച്ചു കേട്ടോ, ആളൊരു പരമരസികൻ സുന്ദരനാണെന്ന്. എന്താ പോരെ? അസൂയ തോന്നുന്നുണ്ടോ? കലശലായിട്ട് പോവ്. ഇങ്ങനൊരാളെ നിനക്ക് ഒത്തു കിട്ടിയത് നിന്റെ മുജ്ജന്മ സുഹൃതോ. മുജ്ജന്മ സുഹൃതമെന്ന് കരുതി അഹങ്കരിച്ച മനസ്സ് പിന്നെ തിരുത്തി. എന്റെ ഈശ്വര, ഞാൻ എന്താണ് കേൾക്കണം? തകർന്നു നിൽക്കാനുള്ള സമയമല്ല ഇത്. നാലാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? താഴെയുമില്ലേ ഈ രണ്ട് പെൺകുട്ടികള്? ഈശ്വര. പുറമേ ആരും അറിയുന്നതിന് മുൻപ് സുധയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. ഈ അവസ്ഥയിൽ നീ ഒരമ്മയായാൽ അച്ഛൻ, അനുജത്തിമാർ, കുടുംബം, ഇതിനെല്ലാം പുറമെ നിന്റെ ഭാവി. കല്യാണം കഴിയാതെ വിധവയായി അമ്മയായി ജീവിക്കേണ്ടി വരുന്ന ഗതികേട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് സുധേ. അച്ഛന്റെ മനസ്സിലെ തീ നീ കാണണം. ഈ കുഞ്ഞിനെ നീ പ്രസവിച്ചൂടാ. സുധയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില സേഫ് അല്ല. ഈ കണ്ടീഷനിൽ ഒരു അബോർഷൻ നടത്തുന്നത് റിസ്ക് ആണ്. ഷീ കനോട്ട് സ്റ്റാൻഡ് ഇറ്റ്. അറിയാഞ്ഞിട്ടല്ല, വിവാഹത്തിന് മുൻപേ ഗർഭിണിയായ മകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺ മനസ്സിലാകഞ്ഞിട്ടുമല്ല. അബോർഷൻ ഇസ് ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. അത് ഒഴിവാക്കിക്കൊണ്ടൊരു പോംവഴി ആലോചിച്ചേ മതിയാവൂ. ഡോക്ടർ, ഒരു വലിയ ശരി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം. കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, ബട്ട് വി ഹാവ് നോ അതർ വേ. സുധ ചെറുപ്പമാണ്. അവളുടെ ഭാവിയെപ്പറ്റി ആയിരിക്കണം നമ്മുടെ പ്രൈമറി കൺസേൺ. പക്ഷെ ഡോക്ടർ, സുധ ഇതിന് സമ്മതിക്കണം. പറഞ്ഞു മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിക്കണം. ഒന്നും അറിയാത്ത എന്റെ അനുജത്തിമാര് അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ, ടെസയുടെ വാക്കുകൾക്ക് മുന്നിൽ അനുസരിക്കല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹൈറേഞ്ചിലെ ഒരു ബന്ധുവീട്ടിൽ സ്വയം ശപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ മാസങ്ങൾ. അതിനിടയിൽ ടെസിയെയും വിധി വെറുതെ വിട്ടില്ല. അവളൊടുവിൽ വന്നെത്തിയത് കന്യാസ്ത്രീ മഠത്തിൽ. വിവാഹം, ഒരു വീടിന്റെ മുറ്റം നിറയെ ഓടിക്കളിക്കേണ്ടെന്ന് പിറക്കാനിരിക്കുന്ന കുട്ടികൾ. നിനക്ക് ഓർമ്മയില്ലേ സുധേ, ഞാൻ കണ്ടിരുന്ന വിഡ്ഢി സ്വപ്നങ്ങൾ? ഞാനിപ്പോ അച്ചായന് പെൻഷനായി, പഠിത്തം തുടരാൻ വഴിയില്ല. കെട്ടുപ്രായം എത്തിയ മകളെക്കുറിച്ച് തീ തിന്നുന്ന പാവം അമ്മ. ഈ സന്യാസിനിയുടെ വേഷം തേടി വന്നതല്ല.
ഞാൻ സ്വയം ശടിച്ച് നേടിയെടുത്തതാണ്. ആശിക്കുന്നതൊന്ന്, വിധി മറ്റൊന്ന്. നിന്റെ മാത്രം കഥയല്ല സുധേത്, അതോർത്ത് ആശ്വസിക്കേ. എന്നാലും ടെസി, എന്റെ കുഞ്ഞ് ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു തന്നെ വളരും. ആ കുഞ്ഞിന് പോറ്റമ്മയായി മാറാനാവും ദൈവം എനിക്ക് ഈ വഴി തിരഞ്ഞെടുത്ത് തന്നത്. പിന്നീട് അച്ഛൻ തന്നെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരു വിവാഹം. ആരെന്നോ എന്തെന്നോ അന്വേഷിച്ചില്ല. ഒരു കളിപ്പാവയെ പോലെ നിന്നു കൊടുത്തു. സംഗീതത്തെയും ഭാര്യയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താവ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു. നിന്നെപ്പോലും